ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കാം. സിമ്പിൾ മാത്രമല്ല, വളരെ ടേസ്റ്റ് ഉള്ളതും കൂടെയാണ്. ഒടക്കാൽ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിക്ക് ആവശ്യമുള്ളത് അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, പാല്, നെയ്യ്, ചെറുനാരങ്ങ, പഞ്ചസാര. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ ഇല്ലാച്ചാൽ അതിന് പകരമായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചാലും മതി. അധികം ഒഴിച്ചു കൊടുക്കണ്ട. അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുളിപ്പ് വരും. അപ്പോൾ ആവശ്യത്തിന് ലേശം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ അതുപോലെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ട് വെച്ചാൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. പിന്നെ പാലൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു ഗ്ലാസ് പാലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പാലെടുക്കുന്നതിനനുസരിച്ചിട്ട് പഞ്ചസാരേൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇത് ഏകദേശം വറ്റി വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും തേങ്ങയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് എല്ലാതും കൂടി ഇട്ട് ഒന്ന് കുറുക്കി വരണം. ചട്ടിയിൽ നിന്ന് പോരുന്ന പരിവാകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് അത് അതിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.